മുൻഗാമികളായ പണ്ഡിതന്മാര് പറയുമായിരുന്നു, ഒരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇന്നത്തെ മയ്യിത്തിനെ നാളത്തെ മയ്യിത്തുകളതാ ചുമന്നു കൊണ്ടുപോകുന്നു എന്ന് മുൻഗാമികൾ പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്നൊരു മയ്യിത്ത് ചുമക്കുന്നുണ്ടെങ്കിൽ, നാം ഇന്നൊരു മയ്യിത്ത് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, ആ മയ്യിത്ത് ഇന്നത്തെ മയ്യിത്താണ്, നാം നാളത്തെ മയ്യിത്താണ്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലെ മയ്യിത്താണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞതാണ്, അങ്ങയും മരിക്കുന്നതാണ്, അവരും മരണപ്പെടുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരും ജിന്നുകളിലും നരകത്തിന് വേണ്ടി പടക്കപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, മനസ്സുകളുണ്ട്, ചിന്തയുണ്ട്, ബുദ്ധിയുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കുന്നവരതാ പരാജയപ്പെട്ടു പോയി. വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ കാണേണ്ടിടത്ത് കാണേണ്ടതുപോലെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, പക്ഷേ കേൾക്കേണ്ടിടത്ത് കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. ഉലൈക കല്ലനാം, അവർ നാൽക്കാലികൾക്ക് സമമാണ്. ബൽഹും, അതല്ല, ആ നാൽക്കാലികളെക്കാൾ ഒരുപക്ഷെ പിഴച്ചു പോയവരാകാം അവരെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് വലിയ ദൃഷ്ടാന്തങ്ങളും ചിന്തിക്കാനുള്ള വലിയ വകയും നൽകുന്നുണ്ട്. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഓരോ മരണങ്ങളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഓരോ ഖബറടക്കലുകളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഓരോ മനുഷ്യന്റെ വിടപറച്ചിലും പടച്ചറബിന്റെ ദൃഷ്ടാന്തമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒട്ടനവധി ഇതുപോലെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഈ ദുനിയാവ് വഞ്ചിച്ചവരാണെന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവ് വഞ്ചിക്കാതെ അല്ലാഹുവിൽ ചിന്ത സമർപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുണ്ട് ഇന്നലകളിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഉമറിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക് ഒരുപാട് നാടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ആ കൂട്ടത്തിൽ ഷാം എന്ന് പറയുന്ന, സിറ എന്ന് നമ്മൾ ഇന്ന് പേരിട്ട് വിളിക്കുന്ന ആ പ്രദേശം ഇസ്ലാമിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സിറിയ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് തന്നെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടാണ്, കഴുതപ്പുറത്താണ്. ഒരു രാജാവിന്റെ അഹന്തയില്ലാതെ, ആഡംബരമില്ലാതെ, അതുപോലെ തന്നെ അംഗരക്ഷകരില്ലാതെ ഉമർദാ അങ്ങനെ സിറിയ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് സിറിയയിലെത്തിയപ്പോ ആ ഷാമിലുണ്ടായിരുന്ന വലിയൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഉദ്യോഗസ്ഥരത ഉമറിനെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്, സിറിയ മുഴുവനും ഒന്ന് കാണാൻ. സിറിയ എന്ന് പറഞ്ഞാൽ മക്കയെയും മദീനയെയും പോലെയല്ല. മക്കയും മദീനയും എങ്ങനെയാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ഉംറക്കും ഹജ്ജിനുമൊക്കെ പോയവർക്കറിയാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാം വണ്ടിയിൽ പോകുമ്പോ, കാറിൽ പോകുമ്പോ, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോ രണ്ട് ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുക മൊട്ടക്കുന്നുകളാണ്. പുൽനാമ്പ് പോലുമില്ലാത്ത, കൃഷിയിടങ്ങളില്ലാത്ത, പച്ചപ്പില്ലാത്ത, പരന്നു കിടക്കുന്ന ഊഷരഭൂമിയാണ് നമ്മൾ കാണുക, വെള്ളമില്ലാത്ത ഊഷരഭൂമി. എന്നാൽ സിറിയ അങ്ങനല്ല. കാടും കടലും ആറും പുഴയുമെല്ലാമുള്ള സുന്ദരമായ ഷാമിന്റെ പട്ടണം. ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതങ്ങനെ കാണുകയാണ്. ഉമറിന്റെ മനസ്സറിയാതെ പറഞ്ഞുപോയി, എത്ര സുന്ദരമായ രാജ്യം, എത്ര സൗന്ദര്യമുള്ള രാജ്യമാണ്, ഇതെന്റെ ഭരണത്തിന്റെ കീഴിലാണല്ലോ, ഇതെന്റെ അധികാരത്തിന്റെ കീഴിലാണല്ലോ എന്ന് ഉമറിന്റെ മനസ്സറിയാതെ പറയുകയാണ്. അടുത്ത നിമിഷം ഉമറിന്റെ മനസ്സാക്ഷി ഇടപെടുന്നു. ഉമറിന്റെ മനസ്സാക്ഷി അവിടെ ഇടപെടുകയാണ്. എന്നിട്ട് ഉമറിനോട് പറയുകയാണ്, ഉമറെ ഓർക്കുക, സൂറത്തു ദുഖാനിലെ 1-2 ആയത്തുകൾ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഉമറേ, ഈ പച്ചപ്പ് കണ്ടിട്ട് കണ്ണുമഞ്ഞളിച്ചു പോകരുത്, ഈ സൗന്ദര്യം കണ്ടിട്ട് കണ്ണുമഞ്ഞളിച്ചു പോകരുത്. നിന്നേക്കാൾ വലിയ അധികാരികൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിന്നേക്കാൾ വലിയ കുബേരന്മാർ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അവർ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ എന്താണ് കൊണ്ടുപോയിട്ടുള്ളത്? കാലി കൈകളുമായിട്ടാണ് പോയിട്ടുള്ളത്. എത്ര മണിസൗധങ്ങളാണ്, എത്ര പൂന്തോട്ടങ്ങളാണ്, എത്ര അരുവികളാണ്, എത്ര സൗകര്യങ്ങളാണ് അവർ ഈ ലോകത്ത് വിട്ടിട്ട് പോയത്. അതുകൊണ്ട് ഉമറേ മയങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള അനുയായി ഉമറിന് ഈ പരിത്യാഗം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയുമോ? ഈ സുഹൂദ് ഉമറിന് കിട്ടുന്നത് എവിടെ നിന്നാണെന്നറിയുമോ? നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ചരിത്രമാണ്. അള്ളാന്റെ റസൂലിന്റെ മുറിയിലേക്ക് അനുവാദം ചോദിച്ചിട്ടൊരിക്കലതാ ഉമർ വരികയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഉമറിന്റെ വിളി കേട്ട് പ്രവാചകൻ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ ഉമർ കാണുന്നത് പനയോലയുടെ പാടുകൾ കൊണ്ട് ശരീരം വല്ലാതെയായി പോയ പ്രവാചകന്റെ മേനിയാണ്. കരഞ്ഞുകൊണ്ട് ഉമർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാർ അവരാലാകുന്ന സുഖസൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കുമ്പോ, രമ്യഹർമ്മങ്ങളിലും മണിമാളികകളിലും അവരിങ്ങനെ ഉല്ലസിച്ചു ജീവിക്കുമ്പോ, അള്ളാഹു ഈ ലോകങ്ങൾക്ക് കാരുണ്യമായി അവതരിപ്പിച്ച അങ്ങ് എന്തിനാണ് ഈ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത്? അവിടെ ഉമറിന്റെ ചോദ്യത്തിന്, ഉമറിന്റെ സങ്കടത്തിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഉമറേ, ഈ ദുനിയാവിൽ മാർദ്ദവമേറിയ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുന്നതല്ല ഭാഗ്യമുമറേ, വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നതല്ല ഭാഗ്യമുമറേ, വലിയ രമ്യഹർമ്മങ്ങളിൽ കിടന്നുറങ്ങുന്നതല്ല ഭാഗ്യമുമറേ. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. വിചാരണ കഴിഞ്ഞ് കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ സ്വർഗവാസികളുടെ, ആ അബ്റാറുകളുടെ ഇടയിൽ സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുമോ? അതാണ് ഭാഗ്യമുമറേ, അതാണ് ഏറ്റവും നല്ലത്, അതാണ് അവശേഷിക്കുന്നത്. ഹൃദയം കൊണ്ടായിരുന്നു ഉമർ ആ വചനങ്ങൾ ഹൃദയത്തിൽ കോറിയിട്ടു. വർഷങ്ങൾക്കപ്പുറത്ത് ഉമറിന്റെ കയ്യിലേക്ക് അധികാരം വന്നപ്പോ അധികാരത്തിന്റെ ഉന്നതത്തിലിരിക്കുമ്പോഴും ഉമർ ഫക്കീറായി ജീവിച്ചു, മിസ്കീനായി ജീവിച്ചു. ആഡംബരമില്ലാതെ, അംഗരക്ഷകരില്ലാതെ, കൊട്ടാരമില്ലാതെ, സിംഹാസനമില്ലാതെ, അതുപോലെ തന്നെ ചെങ്കോലുകളില്ലാതെ, പരിവാരങ്ങളില്ലാതെ ഉമർ ജീവിച്ചു. ഏതുവരെ? പേർഷ്യയുടെയും റോമിന്റെയും ചക്രവർത്തിമാർ അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമറിനെ കാണുന്നതിന് വേണ്ടി, സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ദൂതന്മാരെ പറഞ്ഞയച്ചു. മദീനയുടെ പ്രാന്തപ്രദേശത്ത്, മദീനയുടെ അതിർത്തിയിൽ വന്നുകൊണ്ട് ആ ദൂതന്മാർ ഉമറിനെ അന്വേഷിച്ചു. മദീനയുടെ അതിർത്തികളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആ ദൂതന്മാരുടെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയി എവിടേക്ക്? പാറാവുകാരില്ലാത്ത, കൊട്ടാരമില്ലാത്ത, അംഗരക്ഷകരില്ലായ മരത്തിന്റെ ചോട്ടിൽ കിടന്നുറങ്ങുന്ന, കീറിപ്പറിച്ച വസ്ത്രം ധരിച്ച ഫക്കീറായ അമീറുൽ മുഅ്മിനീനെ കാണാൻ, ഉമറിനെ കാണാൻ, ഖലീഫ ഉമറിനെ കാണാൻ. എന്നിട്ട് അവരെ അന്താളിച്ചു പോയി. ഇതാണോ ചക്രവർത്തി? ഇതാണോ രാജാവ്? ഇതാണോ അമീറുൽ മുഅ്മിനീൻ? ഇതാണോ ഖലീഫ? പ്രിയപ്പെട്ടവരെ, ഈ സുഹൂദ് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ പരിത്യാഗം കിട്ടിയത് എവിടെ നിന്നാണ്? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യഅലമൂ, നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ, പഠിക്കണേ. അല്ലാഹു ആണ് പറയുന്നത്, അന്നമാ, നിശ്ചയം ഒരു കാര്യം വളരെ തീർച്ചപ്പെടുത്തിയിട്ടാണ് പടച്ചറബ് സംസാരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ അറിയണം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? അൽ ഹയാത്തു ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ മാത്രമാണ്. 5 കാര്യങ്ങൾ മാത്രമാണ്. എന്തൊക്കെയാണത്? ലഅബ്, കളിയാണ്. ലഹു, നേരം പോക്കാണ്. സീനത്ത്, സൗന്ദര്യമാണ്. തഫാഖുറും ബൈനക്കും, ഫഖർ നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നേടിയെടുത്ത ധനത്തിന്റെയും സന്താനങ്ങളുടെയും പേരിൽ കസുറു നടിക്കലാണ്. ലഇബാണ്, ലഹുവാണ്, സീനത്താണ്, ഫഖറാണ്, കസറാണ്. ഈ 5 കാര്യങ്ങൾ മാത്രമാണ് ഈ ദുനിയാവ്. എന്നിട്ട് ഈ 5 കാര്യങ്ങളെയും ഒരു ഉദാഹരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ 5 കാര്യവും ഏതുപോലെയാണെന്നറിയുമോ? കമസലി ഗൈസ്, ഒരു മഴ പോലെയാണ്. വാനലോകത്ത് നിന്ന് ചൊരിയപ്പെടുന്ന ഒരു മഴ പോലെയാണ്. ആ മഴയുടെ പ്രത്യേകത എന്താണ്? അജബൽ കുഫാറ നബാതുഹു, ആ മഴ ഭൂമിയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അതൊരു പച്ചപ്പുണ്ടാക്കും. അതൊരു തരത്തിലുള്ള വസന്തമുണ്ടാക്കാനുണ്ട്. അജബൽ കുഫാറ നബാതു, കൃഷിയിടത്തിൽ ജോലി ചെയ്ത കൃഷിക്കാർക്ക് ആ പച്ചപ്പ് കാണുമ്പോ എന്തൊരാനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്. എന്നാൽ ആ പച്ചപ്പ് നിലനിൽക്കുമോ? കാലാവസ്ഥ മാറുകയാണ്. ശിശിരവും വസന്തവും ഹേമന്തവും വേനലും ഇങ്ങനെ മാറി വരുമ്പോ ആ പച്ചപ്പ് അങ്ങോട്ട് അപ്രത്യക്ഷമാകുന്നു. അതിന്റെ സൗന്ദര്യം മങ്ങുകയാണ്, അതിന്റെ സൗന്ദര്യം അവസാനിക്കുകയാണ്. അതിലേക്ക് അത് മാറാൻ തുടങ്ങുന്നു.
എന്നിട്ടങ്ങനെ ഒരു പച്ചപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അതതാ ഊഷരഭൂമിയായി മാറുകയാണ്. ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത മൊട്ടക്കുന്നുകളായി മാറുകയാണ്. വയനാട്ടിലേക്കൊക്കെ പോയ അങ്ങനെ സമയം മഴക്കാലം കഴിഞ്ഞ ഉടനെ വലിയ പർവ്വതങ്ങൾ പച്ച പുതച്ചു നിൽക്കുന്നതായി കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കുറച്ചങ്ങോട്ട് വേനൽക്കാലമായി കഴിഞ്ഞാൽ ആ പച്ചപ്പ് മുഴുവൻ അപ്രത്യക്ഷമാകുകയാണ്. ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ ഈ 5 വിശേഷങ്ങളുണ്ടല്ലോ, നിങ്ങൾ അനുഭവിക്കുന്ന ആസ്വാദനങ്ങളാകട്ടെ, നിങ്ങളുടെ സൗന്ദര്യമാകട്ടെ, സമ്പത്താകട്ടെ, മക്കളാകട്ടെ, എല്ലാം അസ്തമിച്ചു പോകുന്നതാണ്. ഇന്നെന്റെ മുന്നിലിരിക്കുന്ന യുവാക്കൾ എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഏതാനും വർഷം കഴിഞ്ഞാൽ അവർ വൃദ്ധരാണ്. നമ്മുടെ മുന്നിൽ കളിച്ച് ചിരിച്ചു കളിക്കുന്ന കുട്ടികൾ ഏതാനും വർഷം കഴിഞ്ഞാൽ അവർ യുവാക്കളാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും, വാർദ്ധക്യത്തിൽ നിന്ന് അറുദലുൽ ഉമർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പടുവാർദ്ധക്യത്തിലേക്കുമുള്ള ക്ഷിപ്രസഞ്ചാരത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം എന്ന് പറയുന്നത്. ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനയാണ്. ഈ ദുനിയാവിലെ ജീവിതം ചതിയാണ്. നിങ്ങൾ കാണുന്നത് യാഥാർത്ഥ്യങ്ങളല്ല. നിങ്ങൾ കാണുന്ന ഒരിക്കലും അനശ്വരമല്ല, നശ്വരമാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ഇവിടെ കിട്ടിയാലും അതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ മയങ്ങിപ്പോകരുത്. വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം അവർ വഞ്ചിച്ചു കളഞ്ഞു എന്ന് പടച്ചറബ് പറഞ്ഞു തന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, മരണത്തെ മറന്നൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരാൻ പാടില്ല. സൂറത്തുൽ ആല ഇമ്രാനിൽ വളരെ സുന്ദരമായ ഒരു വചനത്തിലൂടെ അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണം ആസ്വദിക്കുന്നതാണ്, അനുഭവിക്കുന്നതാണ്. ദാഇഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാ ശരീരങ്ങളും, ആണാകട്ടെ പെണ്ണാകട്ടെ, പണക്കാരനാകട്ടെ പണിക്കാരനാകട്ടെ, മൃഗമാകട്ടെ മത്സ്യമാകട്ടെ പക്ഷിയാകട്ടെ പ്രാണികളാകട്ടെ, ജനിച്ചിട്ടുണ്ടോ മരണമെന്ന പ്രതിഭാസം ഉറപ്പാണ്. നാളെ ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല, എന്നാൽ ഞാനൊരു ദിനം മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കും. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സത്യമായ മരണം അതിന്റെ സക്കറാത്തും കൊണ്ടുവരുമ്പോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമുക്കറിയാത്ത അഭൗതിക ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ മരണത്തെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ അവസ്ഥയിൽ നമുക്കിന്ന് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ هذا فكشفنا عنك غطاءك فبصرك اليوم حديد. അശ്രദ്ധരായിരുന്നു നമ്മൾ. 2 ഭാഗത്തോളത്തും ഇരുന്നു കൊണ്ട് റഖീബ് അതീദ് സദാ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല. ഹഫദത്തിന്റെ മലക്കുകൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും ചുറ്റിലും സദാ സഞ്ചരിക്കുന്നുണ്ട്. നാം അത് കാണുന്നില്ല. എന്നാൽ മരണത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണിന്റെ മൂടി അങ്ങ് എടുത്തു മാറ്റുന്നതാണ്. 2 അവസ്ഥയാണ് മരണത്തിന് അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ അവസ്ഥ ഏതാണെന്നറിയുമോ? സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. മലക്കുകളുടെ അഭിസംബോധനയാണ്. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. 3 ക്വാളിറ്റികളാണ് ഇവിടെ പറഞ്ഞത്. ഈ 2 ആയത്തുകളിൽ മരിക്കുന്ന മുഅ്മിനിന് 3 ക്വാളിറ്റികൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ ക്വാളിറ്റി എന്താണ്? മുത്മഇന്നാണ്. അവൻ മുത്മഇന്നാണ്, സമാധാനമടഞ്ഞ ആത്മാവാണ്, ശാന്തിയടഞ്ഞ ആത്മാവാണ്. പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, സ്പർദ്ധയില്ലാത്ത, അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ശുചുവായ, നിന്നേക്കാൾ വലിയവൻ എന്ന തോന്നലുണ്ടാകരുത്, ചിന്തയുണ്ടാകരുത്. എന്റെ അഭിപ്രായമാകണം അവനേക്കാൾ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടെന്ന ചിന്തയുണ്ടാകരുത്. ആരോടും ദേഷ്യമില്ലാത്ത, മത്സരബുദ്ധിയില്ലാത്ത, സമാധാനമടഞ്ഞ മനസ്സായിരിക്കും അവർക്ക് മരണത്തിന്റെ സമയത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമൊന്ന് ഇഹ്തിസാബ് നടത്തി നോക്കുക, സ്വന്തമൊന്ന് വിചാരണ ചെയ്തു നോക്കുക. ഈ സമയത്ത് മലക്കുൽ മൗത്ത് വന്നാൽ ആ ഒരവസ്ഥയിൽ തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുമോ? ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്തൊരവസ്ഥയിൽ റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളൊരവസ്ഥയിലാണോ ഞാനും നിങ്ങളും നിൽക്കുന്നതെന്ന് ആലോചിച്ചു നോക്കുക.
രണ്ടാമത്തെ ക്വാളിറ്റിയായി അവിടെ പരിഷ്ടമാണ്. അള്ളാഹുവിൽ തൃപ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തി ഉണ്ടാവുക എന്നാണ്. റബ്ബെന്ത് വിധിച്ചാലും അതിൽ തൃപ്തിയാണ്. ഞാൻ ദരിദ്രനാണോ? അൽഹംദുലില്ലാഹ്. ഞാൻ പണക്കാരനാണോ? അൽഹംദുലില്ലാഹ്. ഞാൻ വിരൂപിയാണോ? അൽഹംദുലില്ലാഹ്. ഞാൻ സുന്ദരനാണോ? അൽഹംദുലില്ലാഹ്. എന്റെ കച്ചവടത്തിൽ ഉയർച്ചയുണ്ടോ? അൽഹംദുലില്ലാഹ്. എന്റെ കച്ചവടം തകർന്നു കിടക്കുകയാണോ? അൽഹംദുലില്ലാഹ്. എന്റെ ഉപജീവനം വിശാലമാകുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. ഇല്ലാതെയാവുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. എനിക്ക് സന്താനങ്ങളുണ്ടോ? അൽഹംദുലില്ലാഹ്. സന്താനങ്ങളില്ലേ? അൽഹംദുലില്ലാഹ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഒരേ ഒരു അധിപൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പറയാനുള്ളത് പറയുകയാണ്, ചോദിക്കാനുള്ളത് ചോദിക്കുന്നു. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ്ബേ. ഏത് മാർഗത്തിൽ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് നൽകിയവരുടെ മാർഗത്തിൽ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ നീ എന്നെ വഴി നടത്തണേ റബ്ബേ. ആരാണ് ഈ അനുഗ്രഹം ചെയ്തവർ? പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ നിഅമത്ത് ചൊരിയപ്പെട്ടവർ? വമൻ യുത്ഇല്ലാഹ വർ-റസൂൽ, ആരാണോ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചത്, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അവർ അമ്പിയാക്കളുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, അതുപോലെ തന്നെ രക്തസാക്ഷികളുടെ കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഫദ്ഖുലീ ഫീ ഇബാദി എന്ന് റബ്ബ് പറയുമ്പോ, മരിക്കുന്ന ഒരു മനുഷ്യനോട് റബ്ബ് പറയുമ്പോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അടിമകളെയാണ്. അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, സദ്വൃത്തരുടെ കൂടെ റബ്ബേ, രക്തസാക്ഷികളുടെ കൂടെ റബ്ബേ, സത്യവാന്മാരുടെ കൂടെ റബ്ബേ, പ്രവാചകന്മാരുടെ കൂടെ റബ്ബേ. അങ്ങനെ ആ കൂട്ടത്തിലാണ് എന്നെ ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തൊട്ട് നമസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നിങ്ങൾ പാരായണം ചെയ്യുമ്പോ, നിങ്ങളുടെ മരണത്തിന്റെ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. നിങ്ങളുടെ മരണത്തിന്റെ സമയത്തുള്ള ആ രംഗങ്ങൾ മനസ്സിലേക്ക് ഓടി വരണം. എന്നിട്ട് റബ്ബിനോടുള്ള പ്രാർത്ഥന, റബ്ബേ നീ ഖുർആനിൽ പറഞ്ഞ സ്വാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, സത്യവാന്മാരുടെ കൂടെ എന്നെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അവസാനം മരണത്തിലേറി ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുമ്പോ, അല്ലാ തിരിച്ചുവരവ് ഈ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ. ഫദ്ഖുലീ ഫീ ഇബാദി. അവസാനമായി അല്ലാഹുക്ക് പറയാനുള്ളത് എന്താണ്? ഫദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. ഈ ദുനിയാവിലെ ജീവിതಕ್ಕೆ തിരശ്ശീല വീഴുന്നതോടൊപ്പം പിറകിലുള്ള ബർസഖിന്റെ ജീവിതത്തിലേക്കുള്ള തിരശ്ശീല പൊങ്ങുകയാണ്. വിശാലമായ ജീവിതമാണ് നമുക്ക് പോകാനുള്ളത്, ബർസഖിലേക്കാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുഹദീസും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ആത്മാക്കളുടെ ലോകമാണ്, ആലമുൽ അർവാഹാണ്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത് അജ്ഞാതമായ കാലഘട്ടമാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറാ. ഓർക്കപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിൽ മനുഷ്യ ജീവിതങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ശരീരത്തിൽ പപ്പാതിയായും പിന്നീട് ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പൂർണ്ണമായും റബ്ബ് നമ്മെ സ്വാംശീകരിക്കുന്ന മൂന്നാമത്തെ ഘട്ടമാണ്. പരീക്ഷണത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ഈ ജീവിതത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വരാൻ പോകുന്ന ഘട്ടങ്ങൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി ഓരോ ഘട്ടങ്ങളും പ്രയാസം കൂടിയതാണ്. ഈ ദുനിയാവിലെ ജീവിതം പോലെയല്ല ഖബർ ജീവിതം, അതിനേക്കാൾ പ്രയാസമാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് കിടക്കുന്നത് പോലെയല്ല
ഒരിക്കലും ഖബർ ജീവിതം എന്ന് പറയുന്നത്. മഹ്ശറ എന്നത് ഖബറിനേക്കാൾ പ്രയാസമുള്ളതാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നവരെ ഖബറിൽ ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, സമാധാനമുണ്ട്, അസമാധാനമുണ്ടെല്ലാം ആ ഖബറിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. ആ ഖബറിന് വേണ്ടി നാം എന്താണ് ഒരുങ്ങിയിട്ടുള്ളത്? നമ്മുടെ ഖബർ ജീവിതത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വീടുണ്ടാക്കുമ്പോ ആ വീടിന് വേണ്ടി എത്ര വർഷങ്ങളാണ് നാം പദ്ധതിയിട്ടിട്ടുണ്ടാവുക? ആ വീടിന്റെ സ്ഥലം നോക്കുമ്പോ ആ സ്ഥലത്ത് വെള്ളം കയറുമോ, അല്ലെങ്കിൽ നല്ല മണ്ണാണോ, അടുത്ത് പള്ളിയുണ്ടോ, സ്കൂളുണ്ടോ, ആശുപത്രിയുണ്ടോ, എന്തൊക്കെ അന്വേഷണങ്ങളാണ് നാം നടത്തുക. അങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടി, വീടുണ്ടാക്കുന്നതിന്റെ പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര എഞ്ചിനീയർമാരെയാണ് നമ്മൾ കാണുക, എത്ര കമ്പനിയിലാണ് നാം അപേക്ഷ കൊടുക്കുക. അങ്ങനെ അവസാനം വീടിന്റെ പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ആ വീടിന്റെ നിർമ്മാണം തുടങ്ങുമ്പോ, തറയിടുമ്പോ, അതിന്റെ മുകളിലേക്ക് മതിൽ കെട്ടുമ്പോ, അതുപോലെ തന്നെ വാർക്കുമ്പോ, അതിന്റെ ഓരോ ജനൽപ്പാളികളും വാതിലുകളും വെക്കുമ്പോ എത്ര തവണ നാം ആലോചിച്ചിട്ടുണ്ട്, എത്ര ആളുകളോട് നാം ചർച്ച ചെയ്തിട്ടുണ്ട്, എത്ര നാം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ വീടിന്റെ ഉള്ളിലുള്ള ഓരോ ഫർണിച്ചറുകളും നാം വെറുതെ അങ്ങ് വാങ്ങിച്ചതല്ല, കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നാം വാങ്ങിച്ചതാണ്. ഇനി ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കൊല്ലമാണ് പ്രിയപ്പെട്ടവർ അവിടെ നമുക്ക് ജീവിക്കാൻ കഴിയുക? എത്ര കൊല്ലമാണ്? 40, 50, 60, ഇനി കൂടിപ്പോയാൽ 70, 80 കൊല്ലം. ഒരാൾ 30-ാമത്തെയോ 40-ാമത്തെയോ വയസ്സിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 60, 50, 70 കൊല്ലം കൂടിപ്പോയാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയും, ഏറ്റവും കൂടുതൽ ആയുസ് പടച്ചോൻ കൊടുത്താൽ. എന്നിട്ട് തിരിച്ചു പോകേണ്ടത് ഇവിടേക്കാണ്, ഖബറിലേക്കാണ്. ഖബറിൽ എത്ര കൊല്ലമാണ് നാം കിടക്കേണ്ടത്? 60 കൊല്ലമാണോ, 70 കൊല്ലമാണോ, 100 കൊല്ലമാണോ? സഹസ്രാബ്ദങ്ങൾ ആ ഖബറിൽ നാം കിടക്കേണ്ടി വരും. ഒരുപക്ഷെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ഖബറിൽ നാം ഒരുപക്ഷെ കിടക്കേണ്ടി വരും. ആ ഖബറിന്റെ അകത്തളങ്ങളിൽ നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ കിടക്കാനുള്ള 60, 70 കൊല്ലം കിടക്കാനുള്ള വീടിന് വേണ്ടി, താമസിക്കാനുള്ള വീടിന് വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നാം ചെലവഴിക്കുമ്പോ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ എല്ലാ ഭൂരിഭാഗവും ആ വീടിന് വേണ്ടി ചെലവഴിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കിടക്കാനുള്ള ഏകാന്തതയുടെ വീടിന് വേണ്ടി നാം എന്താണ് മാറ്റിവെച്ചത്? എത്ര സമയമാണ് നാം മാറ്റിവെച്ചത്? എത്ര പണമാണ് നാം മാറ്റിവെച്ചത്? എത്ര അധ്വാനമാണ് നാം മാറ്റിവെച്ചത്? പണ്ടുള്ള ആളുകൾ പറയുമല്ലോ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഖബർ കാണുമ്പോഴല്ല പ്രിയപ്പെട്ടവരെ, ഖബർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറയേണ്ടതുണ്ട്, നമ്മുടെ ഉള്ളം മടക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീനുള്ളയാളാണെങ്കിലും ഖബറിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു. തിങ്ങി നിറഞ്ഞ് നീണ്ടു കിടക്കുന്ന താടിരോമങ്ങൾ നനഞ്ഞു കുതിരുമാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം പറയുമായിരുന്നു, ഇതാണ് ആദ്യത്തെ വീട്. രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രണ്ടും തീരുമാനിക്കപ്പെടുന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയാണെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലെ അവസ്ഥകൾ, തലയിണയില്ലാത്ത, മാർദ്ദവമേറിയ മെത്തയില്ലാത്ത, AC ഇല്ലാത്ത, വിളക്കുകളില്ലാത്ത, സുഖസൗകര്യങ്ങളില്ലാത്ത ആ ഖബറിന്റെ അകത്ത് എത്ര കാലം നാം കിടക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ? അവിടെ നമുക്ക് ബാക്കിയാവുക 3 കാര്യങ്ങൾ മാത്രമാണ്. 3 കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്നാമത്തത് നമ്മുടെ അമലുകളാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. നിസ്കരിക്കാൻ നമുക്കിഷ്ടമല്ല, എന്നാൽ ആ നമസ്കാരമാണ് ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുക. കച്ചവടത്തേക്കാൾ ഇഷ്ടം, നിസ്കാരത്തേക്കാൾ നമുക്കിഷ്ടം കച്ചവടമാണ്. കച്ചവടം ഖബറിലെത്തുകയില്ല, നിസ്കാരം ഖബറിലെത്തും. ഭക്ഷണത്തേക്കാൾ, നോമ്പിനേക്കാൾ നമുക്കിഷ്ടം ഭക്ഷണമാണെന്നാൽ ആ ഭക്ഷണം ഖബറിലേക്ക് എത്തുകയില്ല പ്രിയപ്പെട്ടവരെ, നോമ്പ് ഖബറിലേക്ക് എത്തും. എന്താണോ നാം ഇവിടെ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, മടി കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണോ, ആ മടി കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മാത്രമേ ഖബറിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി ബാക്കിയാകുക എന്താണ്? സദഖത്തുൻ ജാരിയ. ജാരി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ ആയുസ്സിന് ശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖ.
എത്ര സുന്ദരമായ പ്രയോഗമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിന് ശേഷവും ആയുസ്സിന്റെ അപ്പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക, അത് അയാളുടെ സ്വതക്ക ഏറ്റവും മഹനീയമായ സ്വതക്കയാണ്. എന്താണത്? ജീവിത കാലഘട്ടത്തിൽ നാം ഇവിടെ ബാക്കിയാക്കി പോകുന്ന അത്തറുകളാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആതാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. സൂറ യാസീനിലെ ആയത്താണ്. മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം അങ്ങനെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആളുകൾ ചോദിക്കുന്നു, എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ്, ഈ ആയത്താണ് ഓതുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആതാറഹും. നാമാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. മരണത്തിനുമപ്പുറം നിങ്ങളുടെ അസറുകളെ നാം എഴുതി വെക്കുന്നതാണ്, ആസാറുകളെ നാം എഴുതി വെക്കുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ യുക്തിവാദിയായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ചന്തക്കുന്ന അങ്ങാടിയിൽ യുക്തിവാദത്തിന് വേണ്ടി പരസ്യമായി വാദിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ യുക്തിവാദത്തിന്റെ മാറാപ്പ് വേറിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞത്. ഈ യുക്തിവാദം എന്ന് പറയുന്നത്, ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത പമ്പര വിഡ്ഢിത്തമാണെന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് പിന്നീടാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ അസറിന്നും നിലനിൽക്കുന്നുണ്ടാവും. അന്നത്തെ എന്റെ സംസാരം കേട്ട്, അന്നത്തെ എന്റെ അവതരണം കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് കുത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലോകത്ത് ബാക്കിയാക്കി പോകുന്ന അസറാണ്. ആ അസറിനെ ഞാൻ ഭയപ്പെടുന്നു, ആ അടയാളത്തെ ഞാൻ ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉണ്ടാക്കി വെച്ച അടയാളം എന്താണ്? നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ നമ്മെ എങ്ങനെയാണ് ഓർക്കുക? നാം ഉണ്ടാക്കി വെച്ച ബംഗ്ലാവ് പോലെയുള്ള വീടിലൂടെയാണോ, അതല്ലെങ്കിൽ നാം വളർത്തിയെടുത്ത വിശാലമായ കച്ചവട സാമ്രാജ്യത്തിലൂടെയാണോ, അതല്ല നാം നാട്ടിലുണ്ടാക്കിയ 5 നേരവും ഹയ്യാല സ്വലാ എന്ന മധുരമായ ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന പള്ളിയിലൂടെയാണോ, അതല്ല നാം തെളിച്ചു വെച്ച തൗഹീദിന്റെ പ്രബോധനത്തിന്റെ ആ പരിശ്രമത്തിന്റെ വഴിയിലൂടെയാണോ? ഏതിലൂടെയാണ് ആളുകൾ നമ്മെ ഓർക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണശേഷവും നാം ഇവിടെ ചിലവഴിച്ച, നാം ഇവിടെ ഉണ്ടാക്കിയെടുത്ത, ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന, ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്ന മാർഗങ്ങളുണ്ടല്ലോ, അതിനെയാണ് സ്വതഖത്തുൻ ജാരി എന്ന് പറയുന്നത്. അത് ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്ക് നിൽക്കുന്നത് വരെ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ ആ കിണറ്റിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും വെള്ളം കുടിക്കുന്ന കാലത്തോളം ഇയാളുടെ കിതാബ് അടച്ചു വെക്കുകയില്ല മലക്കുകൾ. ഈ മനുഷ്യന്റെ കിതാബ് അടച്ചു വെക്കുകയില്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയും നമ്മൾ ചെയ്യില്ല, ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല. ആ സമയത്തും മലക്കുകൾ ഈ ലോകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്മകൾ അവരെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നാം കുഴിച്ച കിണറിൽ നിന്ന് ഓരോ പക്ഷി വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോഴും, ഓരോ മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും, നാം ഉണ്ടാക്കി കൊടുത്ത പള്ളിയിൽ നിന്ന് ഓരോ മനുഷ്യർ സുജൂദ് ചെയ്യുമ്പോഴും, ഓരോ മനുഷ്യർ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കിതാബിലേക്ക് ആ അമലുകൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വതഖത്തുൻ ജാരിയ, ഒഴുകുന്ന സ്വതഖയാണ്. മൂന്നാമതായ ഖബറിലേക്ക് ബാക്കിയായി വരാനുള്ളത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. സാലിഹായ സന്താനമാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന സാലിഹായ സന്താനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മക്കൾ ഇന്നത് പഠിച്ചിട്ടുണ്ട്, ഇന്ന വീട്ടിലാണ് കല്യാണം കഴിച്ചത്, ഇന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത്, ഇത്ര അക്കശമ്പളമാണ് അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് എന്റെ കുട്ടി സ്വാലിഹാണ്, ദരിദ്രനാണെങ്കിലും കൂലിപ്പണിയെടുക്കുന്നവനാണെങ്കിലും സ്കൂളിലോ അതല്ലെങ്കിൽ കോളേജുകളിലോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വാലിഹാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, അള്ളാന്റെ മുന്നിൽ കൈനീട്ടുന്നവനാണ്, കരയുന്നവനാണ്, ദഅവത്തിന്റെ വീതിയിൽ സജീവമായുള്ളവനാണെന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മകന്റെ ഇസ്തിഗ്ഫാറാണ്, ആ മകന്റെ ദുആയാണ് ഖബറിലേക്ക് അങ്ങോട്ട് ഒഴുകി വരിക. നമ്മൾ ഈ പടുത്തുയർത്തുന്നതോ, നമ്മൾ ഈ വാരിക്കൂട്ടുന്നതോ, നമ്മൾ ബന്ധങ്ങൾ നോക്കാതെ, രക്തബന്ധങ്ങൾ നോക്കാതെ, ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കാതെ നമ്മൾ ഈ നേടിയെടുക്കുന്നതോ ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഖബറിൽ അല്ലാഹുവിന്റെ റസൂൽ ചില ചോദ്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യങ്ങൾ? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആരാണ് നിന്റെ റബ്ബ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഈ ചോദ്യത്തിന് എത്ര വലിയ അറബിക് മുൻഷിയായാലും,
അറബി പഠിച്ച് സകല കിതാബുകളും ഓതി, മജ്മൂഉൽ കുതുബ് മുഴുവനും ഓതി, അറബി ഭാഷയുടെ അങ്ങേയറ്റത്തെ സങ്കീർണമായ കാര്യങ്ങളും കിതാബുകളും എല്ലാം പഠിച്ചു വെച്ച വലിയ പണ്ഡിതനെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ ഖബറിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല. എന്നാൽ അറബി അറിയാത്ത, ഖുർആൻ ഓതും ഒരുപക്ഷെ അർത്ഥം മനസ്സിലാകാത്ത, മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്താണ് ഈ ചോദിച്ചതെന്ന് മനസ്സിലാകാത്ത പാമരനായ ഒരു മനുഷ്യൻ, പടുജാഹിലായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഖബറിൽ വെച്ച് മറുപടി പറയും, റബ്ബി, അല്ലാഹുവിന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. എങ്ങനെയാണ് ഈ മറുപടി പറയാൻ സാധിക്കുക? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിൽ ആ കലിമക്ക് വേണ്ടി നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന വചനം മക്കൾക്ക് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. അതര വ്യായാമമല്ല, ചുണ്ടുകളുടെ വ്യായാമമല്ല, മറിച്ച് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടല്ല. എത്രയോ മനുഷ്യരുടെ ജീവൻ അതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ കണ്ണീരതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ ചോര അതിലുണ്ട്, എത്രയോ മനുഷ്യരുടെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർത്തികരച്ചിൽ എവിടെയുണ്ട്, അതിലുണ്ട് പ്രിയപ്പെട്ടവരെ. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സമാധാനത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് അടികൊള്ളേണ്ടി വന്നത്, ചാട്ടവാറടി കൊണ്ടത്, ബഹിഷ്കരിക്കപ്പെട്ടത്. ചൂടുള്ള മരുഭൂമിയിൽ മലർത്തിക്കിടത്തി ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചാട്ടവാറിന്റെ അടിയുടെ വേദന പോലും തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ദാഹമങ്ങ് കലശലായപ്പോ, എനിക്ക് ദാഹിക്കുന്നേ, വെള്ളം തരണേ എന്ന് ആർത്തുകരഞ്ഞപ്പോ ആ ബിലാലിന്റെ വായിലേക്ക് കാർക്കിച്ചു തുപ്പപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനു വേണ്ടിയാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനാണ്. യജമാനത്തി ആ കൊല്ലപ്പണിക്കാരന്റെ ആലയിലേക്ക് വന്ന് ചൂടുള്ള ഇരുമ്പ് പഴുപ്പിച്ച് വസ്ത്രം ധരിക്കാത്ത മേനിയിലേക്ക് ആ ഇരുമ്പ് പഠിപ്പിച്ചു വെക്കുമ്പോ രക്തവും മാംസവും കരിഞ്ഞ് പുക വരുമ്പോ ആ വേദന കൊണ്ട് ആർത്തട്ടഹസിച്ചു കരയുമ്പോഴും പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനെതിരായി ഒരു വാക്ക് പോലും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ഗുഹ്യസ്ഥാനത്തേക്ക് കുന്തമെടുത്തു കുത്തി ചോര വാർന്ന് സ്വന്തം ഉമ്മ മരണപ്പെടുമ്പോഴും അമ്മാറിനോ യാസറിനോ പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് പുഴുക്കുത്തേറ്റിട്ടില്ല, ആദർശത്തിന് മങ്ങൽ വന്നിട്ടില്ല. പതിനായിരക്കണക്കിന് സ്വഹാബികൾ, പതിനായിരക്കണക്കിന് മനുഷ്യർ, എത്രയോ മുസ്ലിം ഉമ്മത്ത് അവരുടെ ജീവിതവും ജീവനും നൽകി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കടന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിയതാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. അത് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആ താരാട്ട് പാടുമ്പോ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം നമ്മുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്, പാടിക്കൊടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അത് കേവലം പാട്ടായിക്കൊണ്ടല്ല, അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ്. അടുത്ത തലമുറയിലേക്ക് പുഴുക്കുത്തേറ്റാത്ത രീതിയിൽ, ഒരു തരത്തിലുള്ള മങ്ങലും വരാത്ത രീതിയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ്, പ്രപഞ്ചനാഥൻ മാത്രമാണ് ആരാധനക്കർഹൻ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ നാം തലമുറയിലേക്ക് കൈമാറുന്നത് താരാട്ടുപാട്ടിലൂടെ, അതുപോലെ തന്നെ മറ്റു കവിതകളിലൂടെയും കഥകളിലൂടെയെല്ലാം മക്കളിലേക്ക് നാം കൈമാറുന്നത് അടുത്ത തലമുറയിലേക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശം ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഖബറിലെ അമൻ റബ്ബുക എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായ ഒരു പ്രവണതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അല്ലാഹു പറയുകയാണോ, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണം നബിയെ, ഞാൻ സമീപസ്ഥനാണ്, അടുത്തുള്ളവനാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. അർത്ഥിക്കുന്നവനോട് അർത്ഥന നടത്തുമ്പോ ആ അർത്ഥനക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാൻ. അലൈസല്ലാഹു ബികാഫിൻ അബദ. അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബദ. അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ എന്ന് പടച്ചറബ് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നു, ومن نضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത, അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരേക്കാൾ വഴി പിഴച്ചു പോയവൻ ആരാണുള്ളത്?
വഴികെട്ട് പോയവൻ ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, രോഗം വന്ന ആശുപത്രിയിലേക്ക് നാം പോകുമ്പോ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും നമ്മളൊരു വിളി വിളിക്കാനുണ്ട്. ഡോക്ടറെ കാണിച്ചാൽ മാത്രം രോഗം മാറില്ല എന്ന് നമുക്കറിയാം. ആ ഡോക്ടർക്ക് മുകളിൽ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. അത് അല്ലാഹു മാത്രമാണ്. ഡോക്ടറെ കാണിച്ചതിന് ശേഷവും മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മമ്പ്രത്ത് തങ്ങളെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. CM മടവൂരിനെ വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ ഡോക്ടറുടെയും അപ്പുറത്ത് എനിക്ക് കിട്ടാനുള്ളത് എന്റെ റബ്ബിന്റെ അടുത്തു നിന്ന് മാത്രമാണ്, എന്റെ രക്ഷിതാവിന്റെ അടുത്തു നിന്ന് മാത്രമാണ്. അവന്റെ അടുത്തു നിന്നല്ലാതെ ഒരു സഹായവും എനിക്ക് കിട്ടാനില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, ആ ബുദ്ധിമുട്ടുകൾ നിവർത്തി തരാൻ, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു തരാൻ എന്റെ രക്ഷിതാവ് മാത്രമേ, എന്റെ റബ്ബ് മാത്രമേ എന്നോടൊപ്പമുള്ളൂ എന്ന അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഖബർ ജീവിതത്തിനു വേണ്ടി, ആ ഖബറിലെ ചോദ്യത്തിനു വേണ്ടി, ആ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോഴാണ്. രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോ ഈ ദുനിയാവ് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ തരത്തിലേക്ക് മാറ്റുമെന്ന് പരിശുദ്ധ ഖുർആൻ. വ ഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ദുനിയാവ് മുഴുവൻ വെലുവെടുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റും. എവിടെ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക? നമ്മുടെ നാട്ടിൽ എവിടെയാണോ നമ്മുടെ ഖബറടക്കിയത്, ഈ രാമന്തളി പ്രദേശത്തുകാരുടെ ഖബർ എവിടെയാണോ, അവരുടെ മയ്യിത്ത് മറമാടുന്ന എവിടെയാണോ, അതേ ഖബർസ്ഥാനിൽ നിന്നാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരിക. അള്ളാഹുവിന്റെ വെളിയാളത്തിലേക്ക് വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറിലൂതപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് കൂട്ടം കൂട്ടമായി അവർ ആ വിചാരണ വേദിയിലേക്ക് അങ്ങനെ പോകുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഭീകരമായ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വൈയക്തിക ജീവിതങ്ങളിലും കുടുംബ ജീവിതങ്ങളിലും സാമ്പത്തിക സാമൂഹിക കുടുംബ ജീവിതങ്ങളിലുമെല്ലാം പരിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. കാരണം അന്നേ ദിവസത്തെ വിചാരണയിൽ നാവിനോ വായക്കോ ഒരു സ്ഥാനമില്ല. അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കളവ് മാത്രം പറഞ്ഞ് ന്യായീകരിച്ച് മാത്രം ശീലമുള്ള നമ്മുടെ വായകൾക്കും നാവുകൾക്കും സീല് വെച്ച് കൈകൾ റബ്ബിനോട് പറയും ഫഅൽതു കദാ വകദാ, ഫഅൽതു കദാ വകദാ, റബ്ബേ ഞാൻ ഇന്നത് ചെയ്തു. കാല് സാക്ഷ്യം വഹിക്കും, അല്ലാഹുവേ ആ ചെയ്തിക്ക് ഞാൻ സാക്ഷിയാണ്, ആ പ്രവർത്തനത്തിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉറപ്പിക്കുക, സുന്നകളായി ജീവിക്കുക, പരലോക രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. പരലോകത്തെ രക്ഷ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, ഭയാനകവും ഭീകരവുമായ നിന്റെ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണം റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.